രാവിലെ ആയപ്പം തന്നെ ബുൾസൈ കഴിക്കാനൊരു കൊതി. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ തന്നെ ഒരു പരീക്ഷണം നടത്തി നോക്കി. അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റാണ് കേട്ടോ ഫീൽ ചെയ്തു. അതൊന്ന് നിങ്ങളെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് മല്ലിയിലയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മല്ലിയില എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്യാരറ്റ്, ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർക്കാം. പിന്നെ സവാള കിരികിരി എടുത്തിട്ടുണ്ട്. അങ്ങനെ സവാളയും മുളകും ഞാനൊന്ന് ജസ്റ്റ് ചതച്ച്. ഇനി ഒരു അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പച്ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർക്കാം. ഞാനിവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ബട്ടർ ഒന്ന് ചൂടായി വരട്ടെ, മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്. നിങ്ങൾ ക്യാരറ്റ് വലുതായിട്ട് അരിയരുത് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സവാളയും പച്ചമുളക് ചതച്ചതും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ അത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആദ്യം ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ തക്കാളി ചേർക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് മിക്സ് ആക്കുവാണ്. തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് ഫ്രൈ ആവണ്ട, ഒരു അത്യാവശ്യം നല്ല ഫ്രൈ ആയിട്ടെടുക്കണം. എന്നിട്ട് നമുക്കിതാ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മളെ മുട്ട ചേർക്കുകയാണ്. അങ്ങനെ ഒരു മുട്ട ചേർത്തു. ഞാനിവിടെ 2 മുട്ടയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുട്ടയുടെ ക്വാണ്ടിറ്റിയും ഗ്രേവിയുടെ ക്വാണ്ടിറ്റിയും കൂട്ടാം. പിന്നെ നമ്മളിത് അടുത്ത മുട്ട പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ അതും കൂടെ അതിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പച്ചട്ടിയിൽ വെക്കുന്ന സമയത്ത്. നിങ്ങൾ അപ്പച്ചട്ടി തന്നെ വെക്കാൻ നോക്കണം. അങ്ങനെ അതും വെച്ചതിന് ശേഷം നമ്മൾ തീ എത്രത്തോളം കുറയ്ക്കാമോ അത്രത്തോളം ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അങ്ങനെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ടാണ് വേവിക്കാനുള്ളത്. അങ്ങനെ അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം 1 മിനിറ്റും കൂടെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതാ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് അതിൻ്റെ വെന്തിട്ട് വന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കൊത്തു പൊറോട്ട കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് മുറിച്ച് മിക്സാക്കി തന്നെ കഴിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ കാണുന്ന വീഡിയോയിൽ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ആ സബ്സ്ക്രൈബ് ബട്ടൺ കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ.